നേരമെൻ്റെ ചാരയുണ്ടേ, നേരമെൻ്റെ ചാരയുണ്ടേ, അവനെന്നും നല്ലവനാ, സാധു എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുമേ, സാധു എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിയിടുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം തരുന്ന വചനം 76-ാം സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവുമാണ്. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിക്കുവാൻ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ സാധുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. സമൂഹത്തിൽ അനാഥരായവർക്ക് വേണ്ടിയും അശരണരായവർക്ക് വേണ്ടിയും ഒക്കെ സംസാരിക്കാൻ ആരുമില്ല. പക്ഷേ ഇവിടത്തെ ഈ വചനം കേട്ടോ, സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു. എന്തിനാ? ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷിപ്പാൻ. ഈ വചനം കണ്ടപ്പോൾ എനിക്ക് കർത്താവിന് ഒത്തിരി നന്ദി, വീണ്ടും കർത്താവിനോട് ഒത്തിരി സ്നേഹവും കൂടും. ആരുമില്ലാത്തവർക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവം, കൈവിടപ്പെട്ടവർക്ക് വേണ്ടി കരുതുന്ന ദൈവം, സംസാരിക്കാൻ ഭൂമിയിൽ ഒരു വ്യക്തിയുമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുന്ന ദൈവം. സ്വർഗത്തിൽ നിന്നാ വിധി. ഞാൻ ഇന്ന് ഈ വചനം പറയുന്നത്, നിന്റെ വിധി സ്വർഗത്തിൽ നിന്നാ. ചില കുരുക്കുകളിലൊക്കെ നിനക്ക് വേണ്ടി വാദിക്കാനൊന്നും ആരുമില്ലായിരിക്കും. നിന്റെ ശത്രുക്കൾ ചിലപ്പോൾ ബലമേറിയവരും സ്വാധീനമുള്ളവരുമായിരിക്കും. താഴ്ചയിൽ നിനക്ക് ന്യായം കിട്ടാതെ പോയ വ്യക്തിയുമായിരിക്കും. സത്യങ്ങളെയൊക്കെ മൂടി കളഞ്ഞവരായിരിക്കും. പക്ഷേ നിനക്ക് ജയമുണ്ട്, കാരണം നിന്റെ വിധി സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സാധുക്കൾക്ക് വേണ്ടി, തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്ന നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. എന്താണ് ഈ പകൽക്കാലം ഈ വചനം എഴുന്നേറ്റ് വരുന്നത്? നീ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ എന്നെക്കാൾ ബലവാന്മാരാണ്. ഒരിക്കൽ ഒരു രാജാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ആരെ രക്ഷിക്കാനുള്ളത്? ദൈവമേ, നീയേ ഉള്ളു രക്ഷിക്കാൻ. സത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചില ന്യായങ്ങൾ, ചില വിധികൾ വരുന്നു. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ, നീതി കിട്ടാത്ത വിഷയത്തിൻ്റെ മേൽ ഒരു നീതിയുള്ള വിധി വരുന്നു കേട്ടോ. ഏതൊക്കെയോ ചില കേസുകൾ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാക്കും. നിങ്ങൾക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരിക്കും, ഹെൽപ്പ് ചെയ്യാൻ ഒരു വ്യക്തികളും ഇല്ലായിരിക്കും. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വിധി പുറപ്പെടുന്നു. എന്തിനു വേണ്ടി? സാധുക്കളെ രക്ഷിപ്പാൻ. അടുത്തൊരു വാക്കുണ്ട്, ദൈവം ന്യായവിസ്താരത്തിൽ എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിനക്ക് വേണ്ടി ന്യായവിസ്താരത്തിൽ എഴുന്നേൽക്കുന്നത്. ഇതുവരെ പരിഹരിക്കാത്ത ചില വിഷയങ്ങൾ ഈ ദിനങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് തികച്ചും ഒരു പ്രവചന ദൂതാണ്. ചില പ്രശ്നങ്ങൾ ഇന്ന് ആവശ്യബോധത്തോടെയാണ് നീ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞാണ്, ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് നീ ഇന്ന് നിന്റെ ചില കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത്. ഉറപ്പായിട്ടും നിനക്ക് വിധി സ്വർഗത്തിൽ നിന്ന് വരും. ന്യായവിസ്താരത്തിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അത്ഭുതപ്പെടുന്ന ചിലർ ഭയപ്പെട്ടു പോകുന്ന
ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ഞാൻ ആ വചനം ഒരിക്കൽ കൂടി പറയുന്നു. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിൽ എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നുപോയി. നിനക്ക് വേണ്ടി ചില നിയമങ്ങൾ മാറാൻ പോവാണ്. ചില പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത ചില നിയമങ്ങൾ നിനക്ക് ഫേവറായിട്ട് ദൈവം ചെയ്യാൻ പോവുകയാണ്. യെസ്, വിശ്വസിച്ചു. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത നല്ലൊരു ദൈവം നിന്റെ ഒപ്പമുണ്ട്, നിന്റെ കൂടെയുണ്ട്, നിന്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആരുമില്ലെന്നുള്ള നിന്റെ പരാതി, നിനക്കൊരു ദൈവം ഉണ്ടെന്നും നിന്റെ ഒപ്പമാണെന്നും അവൻ കൈവിട്ടിട്ടില്ലെന്നും നീ ഉറപ്പായിട്ട് അറിയുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. ഈ വിഷയത്തിൽ മേൽ നിനക്ക് ജയമുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ രക്ഷിപ്പാൻ കർത്താവ് അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിന് നന്ദി പറയും. രക്ഷ യഹോവയിൽ നിന്ന് വരുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. കർത്താവേ, ഞങ്ങളുടെ വിധികൾ അങ്ങിൽ നിന്നായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്കായി അങ്ങ് അനുകൂലമായി ഇന്ന് എഴുന്നേൽക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, സ്തോത്രം പിതാവേ. ഇന്ന് കേട്ട ഈ വചനത്തിന് മുമ്പായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ചില കേസുകൾ കർത്താവ് നിനക്ക് അനുകൂലമാക്കുന്നു. ചില നല്ല വിധികൾ നിനക്ക് വരുന്നു. ചില കുരുക്കുകളിൽ നിന്ന് നീ പുറത്തു വരുന്നു. ഉറപ്പായിട്ടും ആമേൻ. ഫാമിലിയിലുള്ള ചില ഡിസോർഡറുകൾ ദൈവം പരിഹരിക്കാൻ പോവുകയാണ്. ചില നിനക്ക് അനുകൂലമായ ചില വിധികൾ വരുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദൂതനെ ഈ പ്രിയപ്പെട്ടവർക്ക് കൈമാറുകയാണ്. കർത്താവ് എഴുന്നേൽക്കുന്നു. കർത്താവ് വിധി പുറപ്പെടുവിക്കുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അവർ അല്പം കൂടെ ദൈവത്തോട് അടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. കർത്താവിൻ്റെ എല്ലാ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ശാലോം.